പ്രളയം കവർന്നെടുത്ത ദുരിതക്കയത്തിൽ നിന്നും കരകയറാനുള്ള ശ്രമത്തിലാണ് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട. ഒരു നാടിന്റെ സമ്പാദ്യം ഒന്നാകെ പ്രളയം കവർന്നെടുത്തിട്ടും സർക്കാരിന്റെ കാര്യമായ ഇടപെടൽ ഇവിടെ എത്തിയിട്ടില്ല. ഈ ഘട്ടത്തിലാണ് CPM പ്രതിനിധി സംഘം ഈരാറ്റുപേട്ടയിൽ സന്ദർശനം നടത്തിയത്. മിന്നൽ പ്രളയത്തിൽ പൂഞ്ഞാറിലും മൂന്നിലവിലും ഉരുൾപൊട്ടിയൊലിച്ചപ്പോൾ അത് ഈരാറ്റുപേട്ടയുടെ ഹൃദയം തകർത്താണ് കടന്നുപോയത്. വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിറങ്ങിയപ്പോൾ കോടികളുടെ നഷ്ടം. വേഗത്തിൽ വെള്ളമെത്തിയപ്പോൾ ഉടുതുണിയുമായി പലരും ജീവൻ കയ്യിൽ പിടിച്ചാണ് വീടുകളിൽ നിന്നും ഓടിയത്. ഇന്ന് അതിജീവനത്തിൻ്റെ പാതയിലാണ് ഈരാറ്റുപേട്ട. സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് സഹായമാവേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് പരാതി. അവരുടെ ആവലാതികൾ കേട്ടാണ് CPIM പ്രതിനിധി സംഘം ഈരാറ്റുപേട്ടയിൽ സന്ദർശനം നടത്തിയത്. വ്യാപാരികളെ കണ്ട സംഘം അവരുടെ നഷ്ടത്തിൻ്റെ ആഴം കേട്ടറിഞ്ഞു. അടിയന്തരമായി സർക്കാർ ഈരാറ്റുപേട്ടയ്ക്കായി പ്രത്യേക പാക്കേജ് ഒരുക്കണമെന്ന് മുൻ മന്ത്രി കൂടിയായ VN വാസവൻ അഭിപ്രായപ്പെട്ടു. റാന്നിയിൽ എത്തിയ മുഖ്യമന്ത്രി തൊട്ടടുത്ത ഈരാറ്റുപേട്ടയെ മറന്നുപോയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുമ്പ് കാലങ്ങളിൽ മുൻ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ചെയ്തിരുന്ന യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നുള്ളതാണ് എവിടെയും കണ്ട പോരായ്മ. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ തൊട്ടടുത്ത പ്രദേശമാണ് പത്തനംതിട്ട. റാന്നി മണ്ഡലത്തിൻ്റെ ഇങ്ങേ ചേരി വരുന്നതും പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ അങ്ങേ ഭാഗം പരസ്പരം ബന്ധപ്പെട്ട് അവിടുന്ന് അധികം ദൂരയിലും ഇങ്ങോട്ട് വരാൻ പോയി ഈരാറ്റുപേട്ട വരെ മുഖ്യമന്ത്രിക്ക് വന്നു പോകരുത് എന്ന് കണ്ടിട്ട് പോകായിരുന്നു. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾ വരണ്ടേ? അങ്ങനെ ഒരു ശ്രമം അവിടെ നടന്നില്ല. ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ, മറ്റു നേതാക്കളായ ലാലിച്ചൻ ജോർജ്, രമാമോഹനൻ, ജോയി ജോർജ്, TS സിജു, PA ഷമീർ എന്നിവരും ദുരിതബാധിത മേഖല സന്ദർശിച്ചു. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.